എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലുള്ള അച്ചാറാണ്, മാങ്ങ അച്ചാർ. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കണേക്കാട്ടിലും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെയേറെ രുചിയുള്ളൊരു അച്ചാറാണത്. ഇങ്ങനെ ഉണ്ടാക്കിയത് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടും. ഇനി നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഈ മാങ്ങ വെച്ചിട്ടുള്ള സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം മസാല തയ്യാറാക്കണം. അതിന് നമുക്ക് ഈ മുളകും ഉലുവയും കടുകും കായൊന്ന് പൊരിച്ചെടുക്കണം. എണ്ണയില്ലാണ്ട് പൊരിച്ചെടുക്കണം. അതിന് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഈ കായം ഒന്ന് പൊരിക്കാം. കായ എണ്ണയില്ലാണ്ടാകുമ്പോൾ കുറച്ച് നേരം ഒന്ന് പൊരിക്കണം. ആദ്യം നമുക്കിതിലേക്ക് എണ്ണ ആവശ്യമില്ലാണ്ട് നമുക്ക് മസാലക്കൂട്ട് വറുത്തെടുക്കണം. കായപ്പോൾ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മറ്റ് ചേരുവകൾ ഇട്ട് കൊടുക്കാം. ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവ ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചുവന്ന കളറാവോളം, ഉലുവ ചുവന്ന കളറാവോളം വറുത്ത് എടുക്കണം. ഇത് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അതിന്. നമ്മൾ സാധാരണ മുളകും കായോട്ടും മാത്രമല്ലേ ഉണ്ടാക്കുള്ളൂ. ഇത് മസാല ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദാണ്. ഇത് വറുക്കുമ്പോൾ നമ്മൾ തീയൊന്ന് പാകത്തിൽ ഫ്ലെയിമാക്കി കൊടുക്കണം. ഒരുപാട് അങ്ങോട്ട് കൂടുതൽ കത്തിക്കരുത്. കടുകൊന്ന് പൊട്ടി വരും. അതോടുകൂടെ ഉലുവ ചുവന്ന കളറാവുകയും ചെയ്യും. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഉലുവ ചുവത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തീ ഓഫാക്കാം. കണ്ടോ, കടുക് പൊട്ടണുണ്ടോ? ഇത്രയാവാൻ പാടൂ, ഇല്ലെങ്കിൽ ഉലുവ അധികമായ കഴിക്കും. ഇപ്പോൾ നമ്മൾ വറുത്തതെല്ലാം കൂടി കായവും മുളകും എല്ലാ ചേരുവകളും കൂടി മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച മസാലക്കൂട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ കൂട്ട് ഇപ്പോൾ ഞാൻ ഒരു 1/2 കിലോ മാങ്ങയ്ക്കാണ് കണക്കാക്കി എടുത്തുന്നത്. ഒരു മാങ്ങ എടുക്കണുള്ളൂ വെച്ചാൽ നമുക്കിതിൻ്റെ പകുതി എടുക്കണ്ടു. അതാണത് കണക്ക്. ഇനി നമുക്ക് മാങ്ങയൊന്ന് നുറുക്കി എടുക്കാം. പച്ച മാങ്ങ തന്നെ വേണം നമുക്ക് ഈ അച്ചാറിലേക്ക്. അപ്പം മാങ്ങ നീ ധാരാളം കിട്ടണ കാലമായി നമുക്ക് അച്ചാർ ഇങ്ങനെ പല വിധത്തിൽ ഉണ്ടാക്കിയാൽ ഒരേ ടേസ്റ്റ് ആവില്ല എപ്പോഴും. മാങ്ങ അച്ചാറിൽ വെച്ചിട്ട് ഏറ്റവും സ്വാദുള്ളതാണല്ലോ ഈ മാങ്ങ അച്ചാർ. അപ്പോൾ നമ്മളിത് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അത്. ഈ പരുവത്തിൽ വേണം അത് മുറുക്കിയെടുക്കാൻ. അപ്പോൾ ഈ മാങ്ങ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിട്ടുണ്ട്. ആ ഒരു മാങ്ങയ്ക്ക് 1 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂൺ ഉലുവി, ചെറിയൊരു കഷ്ണം കായോ, ഒരു 5-6 വറ്റൽമുളകും, ഇത്രയേ വേണ്ടൂ. 1/2 കിലോൻ്റെ ആണ് നമ്മൾ പൊടിച്ചു വെച്ചിരുന്നത്. പക്ഷേ അത് മിക്സിയിൽ പൊടിയാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ചധികം എടുത്തത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങേണ്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്.
ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് നുറുക്കി എടുക്കണം. അപ്പോൾ ഈ നല്ലെണ്ണ വെച്ചത് ചൂടായിട്ടുണ്ട്. ഈ നല്ലെണ്ണയിലേക്ക് നമുക്ക് ഈ നുറുക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് ഈ അച്ചാറിന് സ്വാദും പിന്നെ ഇരിക്കാനും കുറച്ച് ദിവസം ഇരിക്കാനും അതുതന്നെയാണ് നല്ലത്. ഇത് നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മാങ്ങ, നുറുക്കി വെച്ച മാങ്ങ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഉപ്പ് ഇടാട്ടോ അതിൻ്റെ ഒപ്പം തന്നെ, ഉപ്പും മഞ്ഞളും, എന്നാലാണ് അതിലേക്ക് പിടിക്കുള്ളൂ. മാങ്ങ ഇട്ടതിന് ശേഷം അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ആ എണ്ണയിൽ കിടന്നിട്ട് ഈ മാങ്ങ ഒന്ന് വാടി വരണം. സ്വതേ നമ്മൾ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ പച്ചയിലന്നെ ഉണ്ടാക്കുക പതിവ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണത്. ഇനി നമുക്ക് ഇപ്പോൾ മാങ്ങ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. അതൊരു നിറത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഈ മസാല കുറച്ചിട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും മതി, ഒരു മാങ്ങയല്ലേ ഉള്ളൂ, അപ്പോൾ അത്രയും ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് അതിൽ കടന്നിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. കായോ മസാലക്കൂട്ട് എല്ലാം കൂടി ഒന്ന് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൊരിയണം. ഇനി ലാസ്റ്റിൽ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടി ലേശം ശർക്കര, ചെറിയ പൊട്ട് മതി, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ കണ്ടോ അതിൻ്റെ ഒരു നല്ല മാങ്ങാക്കറിയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ വറുത്ത പൊടിടി മസാല പൊടി എല്ലാം കൂടി നല്ലൊരു സ്വാദുള്ള മണമാണ് വരുന്നത്. അപ്പോൾ എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ള നമ്മളെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ മസാലക്കൂട്ട് അവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാറ്റിനും കൂട്ടി കഴിക്കാൻ നല്ല രുചിയേറിയൊരു അച്ചാറാണത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.